എന്നെ കൊട്ടി കാണിച്ചു കേട്ടോ. ആൻസൂട്ടിനെ കൊട്ടി ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ആൻസൂട്ടൻ പോയിരുന്നു കൊട്ടട്ടെ. അങ്ങനെ എൻ്റെ ഫോൺ ഗാലറിയിൽ തപ്പി ചുമ്മാ തപ്പി നോക്കിയപ്പോഴേ എൻ്റെ പഴയ ഒരു ഫോട്ടോ പഞ്ചാര ഉപ്പല്ലേ അതിനെ വെച്ചേക്കാം. ഞാൻ ഉപ്പിടാം. ഞാൻ കൈ നനക്കണ്ടല്ലോ നോക്കണം. ഞാൻ ഉപ്പിടാം. അങ്ങനെ ചേട്ടൻ നനയ്ക്കണം. ഉപ്പിടാ. ആ ഉപ്പിനകത്ത് എന്തൊരു പ്രാണി. അത് ഞാൻ കണ്ടതാ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. നമ്മുടെ തറവാട്ടിലൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഉള്ളി വാങ്ങി. സവോളയും ഉള്ളിയും തീർന്നു പോയായിരുന്നു. ഉപ്പ് പിന്നെ ചേട്ടൻ കൊണ്ടു തന്നായിരുന്നു. ഉപ്പ് നേരത്തെ ചേട്ടൻ വാങ്ങി വെച്ചായിരുന്നു. ഉപ്പും തീർന്നു. ഒരു വീട്ടിൽ ഉപ്പ് കുറയാൻ പാടില്ല എന്നാണ് ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഉപ്പാണേ വാങ്ങിയത്. പേരെന്നാടാ അതിൻ്റെ? പവിഴത്തിൻ്റെ സൾട്ട്. പവിഴം പോ. പിന്നെ ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടാണ് പോയത്. എൻ്റെ ചായ ഞാൻ പകുതി കുടിച്ച് വെച്ചിട്ടാണ് പോയത്. ഇതിനകത്ത് ഒരപ്പം ഇരിപ്പുണ്ട്. അത് ഇവന് തിന്നാനുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഇന്നെനിക്ക് ഇനിയിപ്പോൾ അടുക്കളയിൽ വലിയ പ്രത്യേകിച്ച് പാത്രം കഴുകാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ ഒന്ന് കഴുകി വെക്കേണ്ട വന്നേക്കും ഈ കുക്കറ്. കാരണം ഈ കുക്കറിനകത്ത് കറി ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ആ മോളിൽ പിടിച്ചെൻ്റെ കയ്യായിട്ട് പറ്റുകയും ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ മീൻകറി ഇരിപ്പുണ്ട്. മീൻകറി അയ്യോ പറയാതിരിക്കാൻ പറ്റും. മീൻകറി ഇരിപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കറികളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നാളെ അത്രയും കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. ഫ്രിഡ്ജിനകത്ത് കപ്പപ്പുഴുക്ക് ഇരിപ്പുണ്ട്. പിന്നെ ചെറുപയർ വാഴക്കൂമ്പ് ഇട്ട് വെച്ചത് ഇരിപ്പുണ്ട്. വാഴക്കൂമ്പ് ഇന്ന് വയ്ക്കും നാളെ വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ സവോള തരുന്നത്. അതുകൊണ്ട് ഞാൻ വാഴക്കൂമ്പ് വെക്കാതിരുന്നത്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ മഴയാണ്. നിന്ന് പെയ്യുവാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണോ എന്ന് കമൻറ്റ് ഇടുന്നേ. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ മഴ കേട്ടോ. അപ്പോൾ ഈ ആൻസൂട്ട സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ പുതിയൊരു ഐറ്റം ഒക്കെ പഠിച്ചോണ്ട് വന്നേക്കണേ. ഏതാണ്ടിനൊക്കെ പുതിയ ഐറ്റത്തിനൊക്കെ കൂടിയെന്നാണ് പറഞ്ഞത്. എന്നെ അറബന മുട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം എന്നെ കൊട്ടി കാണിച്ചു കേട്ടോ. ആൻസൂട്ടിനെ കൊട്ടി ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ആൻസൂട്ടൻ പോയിരുന്നു കൊട്ടട്ടെ. ആൻസൂട്ടൻ കൊട്ടിക്കോ. രാത്രിയാ എന്നാലും ആൻസൂട്ടനെ കൊണ്ട് ഇന്ന് കൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. അവിടെ ഇരുന്നോ. നീ കൊട്ടടാ. കൊട്ടിയിട്ട് നീ ഇവിടെ നിന്ന് എണീറ്റാൽ മതി. നിന്നെ ഇന്ന് കൊട്ടിക്കും. ആ കൊട്ടടാ. ആ റെഡി. 1 2 3 സ്റ്റാർട്ട്. പാട്ട് വല്ലതും ഉണ്ടോടാ? നിനക്കറിയോ? ആ നീ കൊട്ടിക്കോ. നിന്നെ കൊട്ടാൻ ഏൽപ്പിച്ചാണ്. കൊട്ടടാ. നാണം മനുണ്ടോ? ആ സാല നീ കൊട്ടിക്കോ. ഓ അപ്പോൾ അറവന മുട്ട ഇവിടെ സെറ്റായി. അറവന മുട്ട ദഫ് മുട്ടെന്ന് കേട്ടോ. അതാണോടാ ഇത്? ദഫാണോ? രണ്ടും ഒന്നാണോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ. ദഫ് മുട്ട അറവന മുട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. മഴ എന്ന് വെച്ചാൽ അന്യായ മഴയാണ്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആരെങ്കിലും ചെയ്തിരുന്നോ? വീട്ടിലൊക്കെ ചെറിയ 10 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോണിനകത്ത് ചീറ്റിങ്ങോ ഏതൊക്കെ തരം വീഡിയോസാണ് കാണുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നോക്കിയിരുന്നോ? നോക്കണം. വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ. കുട്ടികളെ സംശയിച്ചതുകൊണ്ടല്ല, പിന്നീട് നമുക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവർക്കും തിരിച്ചറിവും ബോധവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പം ഞാൻ എന്നും ഈ വൈകുന്നേരം വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നത് ഇപ്പോഴാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് 1 മിനിറ്റ് വീഡിയോ പോലെ എടുക്കാൻ ഇപ്പം എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. താമസിച്ച ഒന്നാമത്തെ കാര്യം എഴുന്നേക്കുന്നത്, പോകുന്നതും ഞാൻ താമസിച്ചാണ്. അപ്പം എനിക്ക് എല്ലാവരും കൂടിയിട്ട് ഓടി ഞങ്ങളുടെ എത്താനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പം കുറച്ച് നാളൊക്കെ ആയിട്ട്. വീഡിയോ എടുക്കാൻ അതാണ് ലേറ്റ് ആകുന്നത്. പിന്നെ അവിടുത്തെ പോലെ അല്ല, ഇവിടെ വന്നപ്പോൾ വേറെ കുറേ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നില്ലേ. അപ്പം അവിടെ ആയിരുന്നപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മീൻകറി ഉണ്ടാക്കി വെക്കുന്നത് രാവിലെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇവനാണെങ്കിലും ചോറ് കഴിച്ചിട്ട് പോയിക്കോളും. അതുകൊണ്ട് നമ്മൾ
പിന്നെ വല്ല ദോശയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലോ. ഇവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം. ചേട്ടൻ പിന്നെ ഭയങ്കര അഡ്ജസ്റ്റബിളാണ്, എന്ത് കാര്യം അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും കൂടെ നടത്തി കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി അവിടുത്തെ പോലെ അല്ല ഇവിടെ, സ്വാഭാവികമായിട്ട് മാറ്റം വരുമല്ലോ. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് വരുന്ന എപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കാനാണെങ്കിലും എന്താ വന്നാൽ, ഇന്നാണെങ്കിലും രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നുള്ളൂ, അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വലിയ ജോലികളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം വന്നാൽ ഞാൻ ഫ്രീ ആണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഇന്നാണെങ്കിൽ നിൽക്കാതെ മഴ കൊണ്ട് ഞാനും വല്ല അവധി കിട്ടുമായിരുന്നെങ്കിൽ, എനിക്ക് നാളെ ഒരു അവധി കിട്ടുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു ചിന്തിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം പക്ഷേ അവധിയൊന്നും തന്നില്ല കേട്ടോ. ഇതുവരെ അവധിയൊന്നും നമുക്ക് തന്നിട്ടില്ല. എറണാകുളം ജില്ലയ്ക്ക് ഒരു അവധി കൊടുത്തിട്ടുണ്ട്, വേറെ അവധിയൊന്നും ഞാൻ കണ്ടില്ല. ഇവന് പിന്നെ സ്കൂളിൽ നാളെ ഇവ പച്ചക്കറി തിന്നണം. ഇവന് ആടോ കഴുകി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവന് നാളെ സ്കൂൾ കലോത്സവമാണ്, അവൻ്റെ സ്കൂളിന് പ്രോഗ്രാമാണ്. നീ ഉണ്ടോടാ എന്തിനെങ്കിലും? ഇല്ല, ഒന്നിനുമില്ല. നമ്മൾ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതാ ഉള്ള ചോറിലേക്ക് അങ്ങ്. അപ്പോൾ ഉള്ള ചോറിലേക്ക് ചൂട് ചെന്ന് കാണും അല്ലേ. ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചേട്ടൻ ഷർട്ട് ഇടാത്തതുകൊണ്ടാണ് തല മാത്രം കാണിക്കണേ, ഈ ശ്രാവകയോന്നെ പോലെ. ആണെങ്കിൽ ഈ ഉപ്പൊന്ന് പൊട്ടിച്ചിടാൻ നമുക്ക് നല്ലൊരു ഉപ്പ് ഭരണി വാങ്ങണേ. നല്ല ഭംഗിയുള്ള ഉപ്പ് ഭരണിയൊക്കെ വാങ്ങണം. മീൻചാറ് ഇത് വെച്ചേക്കണുണ്ടോ, മീൻചാറ് ഉപ്പ് പൊട്ടിച്ചിട്ടിട്ട് എനിക്ക് ഇച്ചിരി കഞ്ഞി വെക്കണം നാളത്തേക്ക്. പഞ്ചാര ഉപ്പല്ലേ, അതിനെ വെച്ചേക്കാം. ഞാൻ ഉപ്പിടാം, ഞാൻ കൈ നനയ്ക്കണ്ടല്ലോ നോക്കണം. ഞാൻ ഉപ്പിടാം. അതിന് ചേട്ടൻ നനയ്ക്കണേ അടിയുണ്ടേ ഉപ്പിടാ. ആ ഉപ്പിനകത്ത് എന്തൊരു പ്രാണി, അത് ഞാൻ കണ്ടതാ. വെള്ളച്ചാർന്ന് ഞാൻ കണ്ടതാ. പാത്രം വേണമായിരുന്നല്ലോ കുടഞ്ഞത്. പാത്രം തരാവോ ചേട്ടാ? എവിടെ പോയി ചേട്ടാ? ഉറുമ്പാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നിയതായിരുന്നു ചേട്ടാ. ഉപ്പെങ്ങനെ ഇതെന്നെ ചേട്ടനാണ്? എങ്ങനെ ഇടും ചേട്ടാ? എങ്ങനെ ഇടും? എങ്ങനെ ഇടും, എങ്ങനെ ഇടും, എങ്ങനെ ഇടും, എങ്ങനെ ഇടും? ചെലപ്പോ ഈ ഷെയ്ഡ് പോലെ നിഴല് അല്ലേ, അങ്ങനെ തോന്നിയതാവാം. അവനെന്താ പഠിച്ചതുപോലെ തന്നെ. ചേട്ടാ ഞാനൊരു വീഡിയോയോ കണ്ട കേട്ടോ ചേട്ടാ. ഒരു ചെറിയ കൊച്ചൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ, ആ പൗഡറില്ലേ, പൗഡർ മുഖത്തിടുന്ന ആ പൗഡർ കൊച്ച് തട്ടിക്കളഞ്ഞപ്പോ ആ പൗഡർ എടുത്തിട്ട് ഒരു ചെടിച്ചട്ടിയിലേക്ക് ഇട്ടു. ബാക്കി വന്ന പൗഡർ ആ ചെടി വാടി കരിഞ്ഞു പോയി ചേട്ടാ. അപ്പൊ അതിനകത്ത് എന്ത് കെമിക്കലായിരിക്കും? ചില പൗഡർ ഇട്ട് ക്യാൻസർ ഒന്നും കേൾക്കില്ല, ബേബി പൗഡർ ജോൺസൺ. എനിക്ക് കിട്ടി കേട്ടാ, റാണിയെ കിട്ടി. തോന്നലല്ല അതിനൊന്നും, അത് വീണ്ടും അതിനകത്തേക്ക് തന്നെ അവിടെ കിടക്കാം. ആട് ഉപ്പ് തിന്നോ? അതൊരു ഈയലാണ്, ഈയല്. കിട്ടി കിട്ടി കിട്ടി, അങ്ങോട്ട് കൊണ്ടിടാം.
ാനുള്ളൊരു ഭാവം, നിന്നെ പിരിയാനുള്ള വിചാരം, കൊഞ്ചി കൊഞ്ചി കരയുന്ന കാറ്റിനെ അല്ല കൊഞ്ചി കൊഞ്ചി വിളിക്കുന്നു. മീമി ചൂടാക്കട്ടെ. മീമിക്ക് എന്തായിരുന്നു ചാറൊക്കെ കുറഞ്ഞു പോയി. ചേട്ടൻ പറഞ്ഞു ചാറ് കൂടുതലാണെന്ന്. പക്ഷേ മീമിക്ക് ചാറിപ്പം തീരെ ഇല്ല. ഉപ്പ് എടുത്ത് വെക്കട്ടെ. ഉപ്പ് ദാറ്റ് ഈസ് വേറൊരു ഉപ്പ്. ദാറ്റ് ഈസ് അനദർ ഉപ്പ്. എന്താ വെച്ചണ്ട മറ്റേ പുട്ടുപൊടി. ചേട്ടാ മറ്റേ പുട്ടുപൊടി നമ്മുടെ കുട്ടനാടൻ പുഞ്ച പുട്ടുപൊടി പ്രാതലിന്റെ അത് പ്രാതൽ കമ്പനിയുടെയാ. അപ്പൊ പ്രാതലിന്റെ ഫുഡ് ഐറ്റം കിട്ടുന്നിടത്ത് ചിലപ്പോൾ ഇത് കിട്ടിയേക്കും. പ്രാതലിന്റെ പൊടികൾ നല്ല പൊടികളാ. അപ്പത്തിന്റെ ആണേലും അതെ നല്ല ടേസ്റ്റാ. പ്രാതലിന്റെ അപ്പത്തിന്റെ പൊടി കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കാറുണ്ട്, അരി അരയ്ക്കാതെ. പക്ഷെ വേറെ പാക്കറ്റിന്റെ ഒന്നും പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇല്ല. ഞാനേ അങ്ങനെ എൻ്റെ ഫോൺ ഗാലറിയിൽ തപ്പി ചുമ്മാ എഴുതപ്പി നോക്കിയപ്പോഴേ എൻ്റെ പഴയ ഒരു ഫോട്ടോ കിട്ടിട്ടോ. ആ ഫോട്ടോ ഒരു ആൽബത്തിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതാണേ. അമ്മച്ചിയുടെ അപ്പം മരിച്ചപ്പം എടുത്തൊരു ഫോട്ടോയാ. അപ്പം ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ, 96-ലൊക്കെയാണ്. അപ്പം അതിനകത്ത് എൻ്റെ അത്രയും ചെറുപ്പത്തിലുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലേ. പിന്നെ ഞാൻ 4ൽ പഠിച്ചപ്പം എൻ്റെ ഒരു ചേച്ചിയുടെ കല്യാണത്തിന്, കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് എടുത്തൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് പക്ഷെ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പയുണ്ട് അമ്മച്ചിയുണ്ട്. അന്നേരം ഞാൻ അപ്പേനെ കാണുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഒരു ഭയങ്കര ജിമ്മനായിട്ടൊക്കെ നിൽക്കും, കൈയൊക്കെ കെട്ടി, വാച്ചൊക്കെ ഇങ്ങനെ സ്റ്റാഫിൻ്റെ കറുത്ത സ്റ്റാഫിൻ്റെ വാച്ചൊക്കെ കെട്ടി അപ്പോൾ ഇങ്ങനെ നിൽക്കണം ഭയങ്കര ഒരു ജിമ്മനായിട്ട്. ഞാൻ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തേക്കാവേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്തപ്പോൾ ഞാൻ എന്നിട്ട് എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഫേസ്ബുക്കിലിട്ടു. എൻ്റെ ഫേസ്ബുക്ക് ബിന്ദു ജാക്സൺ എന്ന് പറഞ്ഞാണ് കേട്ടോ. വാട്സപ്പിനകത്തിട്ടു. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ കൂട്ടുകാർ ഞങ്ങൾ 9ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഭയങ്കര കട്ട ചങ്സ് ആയതാണ്. സൗമ്യ ഗോപി എന്നായിരുന്നു അവളുടെ പേര്. അപ്പം കട്ട ചങ്സ് ചങ്സ് ചങ്സ്. എനിക്ക് ഇച്ചിരി കഞ്ഞാലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞാൻ 7 മണിക്ക് ശേഷം അത് ചേട്ടൻ കഴിച്ചോ, ഞാൻ എനിക്കുള്ള എടുത്തോളാം. അല്ലെങ്കിൽ ചേട്ടൻ ഒത്ത് കോരിയിടും. ഇതിനകത്ത് കറിയുണ്ടായിരുന്നു. ഇതൊന്നും ചൂടാവട്ടെ. ആ അങ്ങനെ. അപ്പൊ അവളെ റാണിനെയൊക്കെ ചവിട്ടിയാ ചേട്ടനൊക്കെ കരുതിച്ചിട്ട് ഒറ്റോട്ടം നിന്ന് കഴിഞ്ഞിട്ട് 2 കിട്ടും. അയ്യോ പാവോ എന്നെ തല്ലിയത്. അമ്മ പറയാൻ പോവാ മോൻ. എന്നിട്ട് അവളെ കവഞ്ഞിട്ട് പപ്പേനെ അമ്മേനെയും കണ്ടാല് തിരിച്ചറിയാൻ പറ്റും അവരാന്ന്. പക്ഷെ നിന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ലല്ലോ. സത്യം പറഞ്ഞ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഞാനാണെന്നുള്ള കാര്യം? ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു. ഞാനേ അല്ല, ഞാൻ വേറെ ഏതോ ഞാനാ. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ഉണ്ട് എന്ന് ഏതോ ഒരു സിനിമയിൽ സലികുമാർ ആക്ടർ പറയും പോലെ ശരിക്കുള്ള ഞാൻ അതായിരുന്നു സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ വേറെ എവിടെയാണ്. ഇപ്പോഴത്തെ ഞാനാണിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ വേറെ ഏതോ ഒരു ഞാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ അങ്ങനെ. ചേട്ടൻ്റെ ഒരു പഴയ ഫോട്ടോ, ചേട്ടൻ്റെ ഏറ്റവും പഴയ ഫോട്ടോ ഞാൻ കാണുന്നത് ചേട്ടൻ്റെ ആദ്യത്തെ പാസ്പോർട്ടിലാണ് കേട്ടോ. ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ എടുത്തു തരുമോ എനിക്കൊന്ന്? പിന്നെ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ടൊരു വീഡിയോ. നമ്പർ ലോക്കാണത് കൊച്ചി കള്ള. അത് നമ്പർ ലോക്ക് കിട്ടും. വെട്ടി പൊളിക്കേണ്ടി വരും. അതിനകത്തൊന്നും ഇല്ല. ഒരു പഴയ 3-4 പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. തൊട്ട് എന്തിന്റെ നമ്പർ അതിനകത്ത് എല്ലാം എഴുതി മൊത്തം സീലടിച്ച് തീർന്നതിന് എന്തോത്തിന്. എനിക്കുണ്ട് സ്വന്തമായിട്ട് പാസ്പോർട്ടൊക്കെ. അത് എവിടെ ചേട്ടാ ഇരിക്കണേ? അതെന്നാ കാണാതെ തീരണോ എല്ലാം അറിയാമോ? ആണോ? അപ്പൊ ഞാൻ 2 കൊല്ലോടെ ഉണ്ട്. ഞാൻ ഒരു പാസ്പോർട്ട് എടുക്കണം. 3 കൊല്ലോടെ ഉണ്ട്. ഒരു പാസ്പോർട്ട് എടുക്കണം. എന്തിനാ?
എപ്പോഴും ഒരു പാസ്പോർട്ട് അത് വേണ്ട, ചിലപ്പോ ചേട്ടൻ അവർക്ക് പോകാൻ തോന്നിയാലോ. അത് പറയും, ചേട്ടൻ്റെ കാര്യം നമുക്ക് പറയാൻ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എപ്പ തോന്നി ചേട്ടൻ കയ്യിൽ കൊണ്ട് കൊടുത്ത് സൗദിക്ക് പോയ ടീമാ. ചേട്ടനെ തൊടുപുഴ വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോണ രീതിയിൽ ചേട്ടനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയത്. ഒരു ലഗേജും ഇല്ലാതെ, അപ്പൊ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നോ? അപ്പൊ അവിടെ ചെന്നിട്ടോ സൗദി ചെന്ന് കഴിഞ്ഞപ്പോഴോ അതുകൊണ്ട് ഇവിടെ നിന്ന് കയ്യും വിഷയം അച്ചാർ പോലും ഉണ്ടാക്കിക്കൊണ്ട് പോകില്ലായിരുന്നോ? എന്നൊരു മനുഷ്യനാണ് ചേട്ടൻ. ഇവിടെ ഒന്നും ജനിക്കണ്ടേ അല്ല, ജനിക്കണ്ടേ അല്ല. ഒരു സാധനം ചാച്ചനോട് ഫുഡ് കൊടുത്തിട്ട് ചേട്ടൻ ഈ പെണ്ണാ ആരായാലും ഇരിക്കട്ടാന്നുണ്ട്. അതെന്റെ മകന്റെ കൊച്ചാന്ന്. അതുപോലെ ചേട്ടന്റെ കാര്യം ഈ ചാച്ചന്റെ ഏകദേശം ഒരു സ്വഭാവമായിട്ട് വരും. നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെ പറയണെന്ന് വെച്ചാ. എന്തോത്തിന് എങ്ങാനും വല്ല പിള്ളേരൊക്കെ പോയി കഴിയുമ്പോഴും ഇവനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പോകണം തോന്നിയാലോ. അല്ല അന്നേരം പറ്റൂല്ലോ. അവനിനി എന്തോ ആവാനാ? അവരാദ്യം തന്നെ അവിടെ നിന്ന് പഠിച്ചു വളർന്നിട്ട് അത് വേണ്ട. ചേട്ടനാണ് ശരിയല്ല. നീ പോലും അറിയാതെ പാസ്പോർട്ട് എന്റെ കയ്യിൽ വരും കേട്ടോ. അതെനിക്കറിയാം. ചേട്ടൻ എന്നോട് പറഞ്ഞു ചേട്ടന് പോകില്ല, തല കഴിച്ച് സത്യം ചെയ്തതാ. അപ്പൊ ചേട്ടൻ എന്നാ പറഞ്ഞ പോകാത്തിലാക്കുന്നേ പാസ്പോർട്ട്. വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുത്ത് നല്ലതല്ലേ? ഞാനിതൊരു പോസ്റ്റ് കണ്ടത്. കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID കാർഡ് ഇതൊന്നും ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖകളല്ലാണ്. അപ്പൊ പിന്നെ നമ്മളിനി പൗരത്വം തെളിയിക്കുന്ന രേഖ എന്തോ ചെയ്യും? ഓ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനിപ്പോ ഇന്ത്യയിലാണല്ലോ. ഇനിയിപ്പൊ എന്നെ ഇവിടെ നാട് കടത്തൊന്നും ഇല്ലല്ലോ. എനിക്കത് കണ്ടോ സത്യമാണ്. എന്താണ് അങ്ങനെ ഒരു ന്യൂസ് കണ്ടു കേട്ടോ. അത് ഇതുപോലെ മാതൃഭൂമി ന്യൂസ് ആയിട്ട് അങ്ങനെ ഏതോ ഒരു ഇതിനകത്ത് വന്നതാണ്. സത്യത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട്. ആധാർ കാർഡൊന്നും നമ്മുടെ രേഖയല്ല. ആധാർ കാർഡൊന്നും ശരിക്കുള്ള ഒരു ഇതല്ലെന്നാ പറയുന്നത്. ഇതെന്താ ഉള്ള മുളകെന്നാ കോരി എടുക്കണേ? ഒരു കഷണോ? നിങ്ങളുടെ അങ്ങനെ കഞ്ഞി കുടിക്കും? അപ്പൊ ഞാനിന്ന് കമ്പനി കൊടുത്തിട്ട് എനിക്ക് കഴിക്കണമെന്നില്ല. എനിക്ക് തിന്നണം. ഇച്ചിരി എടുക്കാം. ഞാൻ കാണിച്ചു തരാം എന്തോരം എടുക്കണമെന്ന്. എന്റെ പ്ലേറ്റ് കാണാതെ പോയി. ഇത് മതി. അല്ലേ എന്നാ ചേട്ടനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കുക. അപ്പോൾ ഒരു മീൻ ഞാൻ ഇഷ്ടം പോലെ എടുക്കും. മീൻ കഴിക്കണമെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ചേട്ടൻ ഓഫ് ചെയ്താണല്ലോ. ആ ഞാൻ ഓഫേ ചെയ്തില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് കമ്പനി കൊടുത്തിട്ട് വരാവേ. മീൻ നിറച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ ചോറ് ഇത്ര എടുത്തോളൂ. അപ്പോഴേ നമ്മൾ 2-3 ഫോട്ടോ കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭാഗത്തായിട്ട് ആഡ് ചെയ്യാം. ചേട്ടൻ്റെ മറ്റേ ഫോട്ടോ ചേട്ടൻ പിന്നെ എടുത്തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ളൊരു പാസ്പോർട്ടിലെ ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് യാത്ര പോയ ഒരു ഫോട്ടോ ഉണ്ട്. രജിസ്റ്റർ മാരേജിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നിച്ചാണ് പോയത്. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ പിന്നെ എനിക്കൊരു അമ്മ കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾ കുറേ പിള്ളേർക്ക് പപ്പ മമ്മി ആയവരാണ്. അവർക്ക് 3 പെൺമക്കളാണ്. പക്ഷെ അവരുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പകലെല്ലാം പിള്ളേരുമായിട്ട് കളിച്ച് ആ വീട്ടിൽ തന്നെ നടക്കും. പകലൊക്കെ ചുമ്മാ അവിടെ തറയിലെല്ലാം കിടന്ന് ഉറങ്ങും. മമ്മി ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കും, ചോറ് തരും. അങ്ങനെ ഒരു മമ്മീനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കല്യാണത്തിന് പോയൊരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഉള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയാമോ? ആൻസിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണില്ല, എൻ്റെ പഴയ ഫോണായിരുന്നല്ലോ. ആ ഫോണിനകത്ത് ചുമ്മാ കയറി ചകഞ്ഞ് നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പം അതൊക്കെ ചുമ്മാ ഒരു രസത്തിന് ഞാനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് എടുത്തു, ഷെയർ ചെയ്തെടുത്ത്. വാട്സപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പം ഒരു രസമാണ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ചേട്ടൻ എന്തിനും പറഞ്ഞു ചേട്ടാ? ചേട്ടന് പറയാനായിട്ട് അവസരം തന്നില്ല എന്ന് വേണ്ട.
ഞാൻ പറഞ്ഞു പറ, എന്ത് പറയാനാ കൊച്ചേ? എന്തെങ്കിലുമൊക്കെ പറ ചേട്ടാ, എന്തെങ്കിലുമൊക്കെ പറ. പറയാനെല്ലാം മതി, ഫോട്ടോ ചേട്ടൻ അങ്ങനെ ഫോട്ടോ സൂക്ഷിച്ചു വെക്കണാണോ? അങ്ങനെ സ്വഭാവമായിരിക്കില്ല കേട്ടോ, അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെക്കണം. ആ, പക്ഷെ പഴയ ഫോട്ടോ ഒക്കെ പിന്നെ കാണുമ്പോൾ സന്തോഷമല്ലോ തോന്നാറുണ്ടോ ചേട്ടാ? വേറെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ചേട്ടനും എൻ്റെ ഡിഫറെൻ്റ് പേഴ്സണാലിറ്റീസാണ് അല്ലേ? എനിക്ക് സിനിമയൊക്കെ കാണാൻ പോകണമെന്ന് സിനിമ കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചേട്ടന് ഇഷ്ടമല്ല. എനിക്ക് ഫോട്ടോസ് കുറേ എടുത്ത് ഇങ്ങനെ സൂക്ഷിക്കണ ഇഷ്ടമാണ്, പക്ഷെ ചേട്ടന് അത് ഇഷ്ടമല്ല. സിനിമ കാണാൻ പോയിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ചേട്ടന് നിവൃത്തിയില്ലാത്തോണ്ട് വരുന്നതല്ലേ കൂടെ? ചേട്ടാ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ല എനിക്ക് സിനിമ കാണാൻ വരുന്നതിനോടൊന്നും താല്പര്യമില്ല, പിന്നെ നിങ്ങളൊക്കെ വരുന്നോണ്ട് കൂടെ വരുന്നതേ ഉള്ളൂ ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ? പിന്നെ ഉറങ്ങാതിരിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ നുള്ളി പറിക്കുമെന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയാനേന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് കളക്ടർ അവധിയൊന്നും തന്നില്ല കേട്ടോ, നാളെ കോളേജിൽ പോകാം. അതുകൊണ്ട് വെള്ളിയാഴ്ച അവധിയൊന്നും കിട്ടിയില്ല. അപ്പം മനസ്സിലായല്ലോ ഞാൻ എന്നാ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഫുൾ അവധി ആയിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പം നമുക്ക് ഇനി വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വേറെ ഒന്നുമില്ല. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ ഗാലറിയിലുള്ള കുറേ ഫോട്ടോസിൻ്റെ കളക്ഷനുമായിട്ട് വരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ, എങ്കിലും ഞാൻ എൻ്റെ ഫോൺ ഗാലറിയിലെ വെറൈറ്റി ആയ കുറേ ഫോട്ടോസ് കാണിച്ചു തരാവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് വിത്ത് ഡ്രീംസ്. ബൈ.